കടുവായെ കിടുവ പിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇന്നലെയാണ് അത് സംഭവിച്ചത്. ആ പാല് കുടിച്ചതേ അറിയാവൂ, ബാക്കി നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. ബുദ്ധിപൂർവ്വം പ്രയോഗിച്ച ഒരു തന്ത്രമാണ്. ഉറക്ക ഗുളികളാണ് ഇതിൽ കലർത്തിയിരിക്കുന്നത്. ഏതായാലും അപകടമൊന്നും സംഭവിച്ചില്ലല്ലോ. ഉടനെ തന്നെ ആ നേഴ്സ് രാധയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കും. പാടില്ല കേശവല്ലേ, ഇതിന്റെ പിന്നിൽ ആരോ ഉണ്ട്. അവനെ നമുക്ക് കണ്ടുപിടിക്കണം. ഏതായാലും അവളുടെ മൂവ്മെന്റ്സ് ശ്രദ്ധിച്ചോളൂ. സാറിനെ കാണാൻ സ്ത്രീ വന്നു നിൽക്കുന്നു. ചന്ദ്രന്റെ സഹോദരിയായിരിക്കും. ശരി, വരാൻ പറയും. ഇരിക്കൂ, പ്ലീസ് ഡൗൺ. ഇപ്പൊ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുമല്ലോ. മിസ്റ്റർ ചന്ദ്രന്റെ ചില വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ എങ്ങോട്ട് വിളിപ്പിച്ചത്. ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കണം. ബുദ്ധിമുട്ടൊന്നുമല്ല സാർ, ഞങ്ങൾക്ക് ചെയ്യുന്ന ഒരു സഹായമാണ്. ആ മോട്ടോർ സൈക്കിൾ സംഭവം ആരോ കരുതിക്കൂട്ടി ചെയ്തിരിക്കുമെന്നാണ് ഞങ്ങളുടെ സംശയം. മിസ്റ്റർ ചന്ദ്രന് ആരെങ്കിലും ശത്രുക്കളുണ്ട്? ചേട്ടന് സ്നേഹിതരല്ലാതെ ശത്രുക്കൾ ആരുമില്ല സാർ. മിസ്റ്റർ ചന്ദ്രന്റെ എല്ലാ സ്നേഹിതന്മാരെയും നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമോ? എനിക്കറിയില്ല സാർ. സ്നേഹിതകളെയോ? ഐ മീൻ ഗേൾ ഫ്രണ്ട്സ്? ചേട്ടൻ എങ്ങനെ ആരും ഗേൾ ഫ്രണ്ട്സ് ഇല്ല സാർ. ഐ സി. മിസ്റ്റർ ചന്ദ്രന്റെ മുറിയും സ്വകാര്യ വെച്ചുകൂട്ടും ഞങ്ങൾ പരിശോധിക്കുന്നതിൽ വിഷമമില്ലല്ലോ? സന്തോഷമേ ഉള്ളൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ. ഞാൻ മറ്റൊരു കേസിന്റെ അന്വേഷണത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്. ആ കേസും മിസ്റ്റർ ചന്ദ്രന്റെ സംഭവവുമായി വളരെയധികം ബന്ധമുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു. ഏതായാലും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു സാർ. ആ, സാർ എന്നാണ് വീട്ടിലേക്ക് വരുന്നത്? ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം, പക്ഷെ എല്ലാം രഹസ്യമായിരിക്കണം. എക്സ്ക്യൂസ് മീ മാഡം, ഇനി ഞാൻ വീട്ടിൽ വരുമ്പോ വീണ്ടും എന്നോട് ഗുസ്തിക്ക് തയ്യാറാകരുത്. ഐ ആം സോറി സാർ. ഞാൻ ഇന്നലെ ആളെ മനസ്സിലാക്കിയില്ല. ഇവിടെ വന്ന് കയറി സാറിനെ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി സാർ. ഞാനും ഞെട്ടിപ്പോയി. ഈ മുറിവ് ഇന്നലത്തെ ഗുസ്തിക്കിടയിൽ നിങ്ങളുടെ നഖം കൊണ്ടതാണ്. ഐ ആം സോ സോറി സാർ. നഖം വെട്ടിയാൽ വിരലുകൾക്കും നല്ലത്, പൊതിയിണങ്ങൾക്കും നല്ലത്. ശരിയാ, സാർ തന്നെ മുറിക്കണം. ശരി, എനിക്ക് കിട്ടിയ ജോലി കൊള്ളും. വിരലിലാണല്ലോ തുടക്കം. അതെ അതെ, കൈവിരലുകളിൽ നഖമിരുന്നാൽ അത് അസൗകര്യം തന്നെയാണ്. മുറിയും